പറവറ ഡാമൊക്കെ. ഓക്കെ, നമ്മൾ ഫുൾ അയൺ ആർമറിലേക്ക് നമ്മളിന്ന് പിന്നെ നമ്മളെ മൈൻക്രാഫ്റ്റ് വേൾഡിൽ വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഫുൾ അയൺ ആർമർ ആക്കാൻ നോക്കുന്ന കഴിഞ്ഞ വേൾഡ് നമ്മൾ ചെയ്യാൻ നോക്കിന്, പക്ഷെങ്കിൽ ടൈം അത്ര ഇല്ലായിരുന്നു. സോ നമ്മൾ ഫുൾ അയൺ ആർമർ ആക്കാൻ പോകുന്നു. അപ്പൊ അത്യാവശ്യം എടുക്കണം. നമ്മൾ കീബോർഡ് വന്നപ്പോൾ തന്നെ രാത്രി ഇതടക്ക് ഒറ്റക്കോടന്ന് ഉറങ്ങട്ടെ. കാര്യം നമുക്ക് ശരി കുറച്ച് വില്ലേഴ്സിന്റെ ആവശ്യമുണ്ടാവും. സോ നമുക്ക് 2 വില്ലേജ് ആണ് ഇവിടെ കൂട്ടിയിട്ടായിരുന്നു മിക്കവാറും. കാരണം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് കുറെ വില്ലേജുകളിലൂടെ ചത്തു പോകുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം സോംബീസിനെ മറ്റടിച്ചിട്ട് ഇതുകൊണ്ട് ഇവരെ വീട്ടിലെത്തിക്കണം. കുറച്ചാൾക്കാരെങ്കിലും, 2 ആൾക്കാരെ ആദ്യം ബാക്കി നമുക്ക് ഇവരുടെ ഏൽപ്പിക്കാം. അത്രേ ഉള്ളൂ. ബെല്ലടിച്ചതിനെ അവർ വീട്ടിൽ കയറിപ്പോ എല്ലാവരും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓരോ ആൾക്കാർ കയറി. ഓക്കെ, നീ അടഞ്ഞോട്ടോ. ഇനി ഇവർ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല, ഇവർ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എനക്ക് നല്ലതാ 3 വില്ലേജ് പറഞ്ഞ ഇതിൻ്റെ അകത്ത്. അങ്ങനെയാകുമ്പോൾ ആരും ചാവൂല. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ ദൂരെ പോയിട്ട് വില്ലേജ് സർവീസിനെ കൊണ്ടുവരേണ്ടി വരും. പറഞ്ഞകത്തായിരുന്നു അടിച്ചത്. അവിടെ നീ ഒരു ലാമേനെ കൊണ്ടേ വെള്ളത്തിൽ മുക്കിയിട്ട് തീട വന്നിട്ട് രസിക്കുന്നു. ആ ലാമ അതിൻ്റെ അകത്ത് കുടുങ്ങി. എന്നിട്ട് വേറെ ഇവനടുത്ത് കളിക്കുന്നു. കടക്കണ്ട, എന്തായാലും എന്റെ കുഴപ്പം മതി. ഓക്കെ, നമുക്ക് പോവാ. നമ്മൾ അയൺ ആർമർ ആക്കാൻ നോക്കണോ. സോ കുറച്ച് പിക്കാക്സ് ആക്കിയണോ, അത്രയേ ഉള്ളൂ. വേറെ വലിയ ഇതൊന്നുമില്ല. ആ വാട്ടർ ബക്കറ്റ് ഉണ്ട് കൈമേല്, അത് വെക്കണം. ഷീൽഡ് ഇടാക്കാം. പിക്കാക്സ് ഇപ്പൊ ആക്കാം. വുഡില്ല, വുഡ് വീട്ടിൽ വെച്ചല്ലോ. അല്ല വേണ്ട, വീട് നടത്താൻ പോരെ. അതിനെ വില്ലേജറിന്റെ വീട്. ബാക്കി ഇതിന്റെ ആവശ്യം ഇല്ല ശരിക്കും. അതുകൊണ്ട് ഞാൻ സ്റ്റോൺ പൊട്ടിക്കുന്നില്ല. പിന്നെ ഈ വീട് എന്തിനാ സപ്പോർട്ടത്ത് വലിയ തരും തോന്നുന്നില്ല. കൊടുക്കുക ഇതെല്ലാം എടുത്തേക്കാം തോന്നുന്നു. അനക്ക് വേണം, പക്ഷെങ്കിൽ ഓർക്ക് വേണം. ഓക്കെ, ഇത്ര മതിയാ. മതിയും വേണ്ട. അതാ മുകളിലത്തെ റൂപ്പ് പൊട്ടി. ഓക്കെ, സോറി റൂപ്പ് പൊട്ടിച്ചതിന്. തേയിലോട്ടിയുടെ വഴിയാക്കി വെച്ചിട്ട് തിന്നുന്ന വെള്ളത്തിനടിയിൽ ഊട്ടിയ. ഓക്കെ, സെറ്റ് എല്ലായി കഴിഞ്ഞ് നമുക്ക് പോവാ. എന്നിട്ട് കുറച്ച് അയാൾ എടുക്കാൻ നോക്കാം. ക്രാഫ്റ്റ് ടേബിളിന്റെ വേഗം പറ്റി ഇതാക്കി കളി. എന്തായാലും ഇവിടെ സിക്കാക്കാം. എന്നിട്ട് എത്ര പിക്കാക്സ് ഒക്കെ പറ്റുന്ന അത്ര പിക്കാക്സ് ആക്കിയേക്കാം. കാരണം പിക്കാക്സ് കുറെ വേണ്ടി വരും, കുറെ പൊട്ടിക്കണ്ടല്ലേ. സോബ ഓക്കെ, ഞാനൊരു കേവ് കണ്ടിടിക്കട്ടെ. എനിക്കൊരു കേവ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവും, അയ്യാണ് എന്തായാലും ഉണ്ടാവും ഉറപ്പാണ് എനിക്ക്. കുറെ നല്ല വലിയ കേവ കൂടാണ്ട് ലാവ ഒറ്റ ലാവൻ ഓപ്സിലാണ്ടിരുന്ന ആദ്യം. ബാക്കി കുഴപ്പമൊന്നുമില്ല. അത്ര ഫുഡ് വലിയ കിട്ടില്ല. അയ്യോ, ഫുഡ് എടുത്തിട്ടാലോ തന്നെ. ഓക്കെ, ഞാൻ ഫുഡ് എടുക്കട്ടെ. എനിക്ക് അവിടെ അയാളെല്ലാം കാണുന്നു. പക്ഷെ ഞാൻ ഫുഡ് എടുക്കാണ്ട് പോയാൽ എന്തായാലും ഞാൻ ചാവും. പക്ഷെ ഞാൻ വേഗം പോയിട്ട് ഫുഡ് എടുത്തിട്ട് കാണാം. ഓക്കെ, ഞാനവിടെ പിന്നെയും വന്നിട്ടുണ്ട്. ഫുഡ് എടുത്തിട്ട് കുറെ ടെന്നെ ആക്കി. അവിടെ കുറെ മറ്റേ ഹെവി ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ കുറച്ച് കോൾ എടുത്തിന്. നമ്മള് വീട്ടിൽ നിന്നല്ല, ഞാൻ മൈന് ചെയ്തിന്. ഇവിടെ വരുന്നതിന് കുറച്ച് മുന്നേ അവിടെയുള്ള ടോർച്ചാക്കി. അവിടെ സ്കെൽട്ടൻ ഞാൻ കണ്ടിന്. ഇവിടെ മൗസ് ഒന്നും ഇല്ലല്ലോ. വേഗം ടിക്കറ്റ് ഒക്കെ ഇവിടെ അയോണ്ട്.
ഓക്കേ, കൊറേ ഉണ്ടല്ലോ. അടിപൊളി. ഇന്ന് തന്നെ നമ്മൾ അയൺ ആർമർ സെറ്റ് ആകാൻ മിക്കവാറും ഒരു നല്ല കാര്യം. ഇല്ല, ഇതന്നെ സെറ്റ് ആക്കണോ ആവൂന്നല്ല, ആക്കണം, എങ്ങനെയെങ്കിലും ആക്കും. ഇവിടുന്ന് പോയിട്ട് എടുത്തിട്ട് വരും. ഫുള്ള് മാംസം അതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് കേര ഇവിടെ കുറെ അയണോ. ഞാനല്ലേ അവിടെ കയറിയിട്ട് മിക്കവാറും ഞാനെന്നെ ഫുള്ള് ക്ലോസ് ചെയ്യേണ്ടി വരും. കാരണം ഫുള്ള് മോപ്സിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇല്ല ഞാൻ ചാവ് ഇവിടെ വന്നാലും. സൈഡിലെല്ലാം മോപ്സ്. അയ്യോ ഞാൻ ചാവും. അതോ കണ്ടു 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 കണ്ടു. എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. ഓരോ ബാഗ് ഒന്നെല്ലാം പിടിച്ചടിക്കുന്നു. ഇങ്ങോട്ടകത്തോടെ അവിടെ ഇന്റെ ഒരു ഏറെ പോലെ കോളില്ല. എനിക്കറിയാവോ? നീ വാ അത്യാവശ്യമുള്ളു. വേഗം കുയിക്കട്ടട. എന്നിട്ടൊരു സ്ഥലം ഏരിയ ആക്കട്ടല്ലേ. ഞാനോട് ഒന്ന് ചാവും. അയ്യോ അടിച്ചടിച്ചടിച്ചടിച്ച്. ഓക്കെ, ഞാൻ ഫുഡ് കഴിക്കട്ടെ. കുറച്ച് ആയ വണ്ടി ഇത് എടുക്കട്ടെ. ഇവിടെ മൊത്തം മോംസ്. അതിൻ്റെ അകത്ത് അധികം കളിക്കാൻ പറ്റില്ല. നമ്മൾ മിക്കവാറും പുറത്തിറങ്ങേണ്ടി വരും. നമ്മൾ ചാവും. എത്രയായി നമ്മള്? 25 എത്ര വേഗം. ഇവിടെ എന്തോ ഞാൻ കണ്ടിന്യൂത്തോടെയുള്ളവര് സെറ്റ് ആയിക്കഴിഞ്ഞ് അതിന് മുകളിൽ വേഗം ഓടേണ്ടി വരും. നമ്മൾ അടിച്ചടിച്ച് രാത്രി കൊണ്ട് ഉറങ്ങണം. അതോ അയാള് ഒരു ബ്ലോക്ക് കുടിച്ചപ്പോ ഞാൻ ഉറങ്ങാൻ വേണ്ടി ബ്ലോക്ക് കുടിച്ച. ഓക്കെ, ഇപ്പൊ തന്നെ അയാണ് ആർമർ സെറ്റാവും നമ്മള്. എനിക്ക് അറിയില്ല എത്രയാ വേണ്ടെന്ന്. ചെസ്റ്റ് പ്ലേറ്റ് നോക്കണം, കറക്റ്റായിട്ട് അറിയില്ല. 40 അങ്ങനെ എന്തോ, 40 30 അങ്ങനെ എന്തോ. ഇപ്പൊ നമ്മളിൽ 38 ആയി. സോ കുറച്ചും കൂടെ എടുത്തിട്ട് സേഫ്റ്റിക്ക് വേണേ എടുക്കാം. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല.
ഇനി ഏർത്തന്റെ ഒന്നുമല്ല. ഓക്കെ ഉണ്ടാ ആ ഫുൾ ഗോൾഡ് ആർമറുള്ളത് വരുത്തേ ഇവിടെ എല്ലാം ഉണ്ടാവും. പക്ഷെ എനിക്ക് ഓക്കെ ഇതിൻ്റെ അകത്ത് ഇപ്പം കയറാൻ പറ്റില്ല. സോ നമുക്ക് ഒന്നിക്കലും ഇവിടെ നിന്ന് സ്ട്രിപ്പ് മൈൻ ചെയ്തിട്ട് നോക്കണം. ഓക്കെ സ്പൈഡർ വെള്ളച്ച് പോവാൻ സഹായിക്കുന്നു. കണ്ണാട കുഴപ്പമില്ലേ? ഓക്കെ എത്തി വീട്ടിലെത്തി. യെസ് പൂച്ചയുടെ ടീമാക്കാം. പക്ഷെ മീൻ വേണ്ടേ? ഓക്കെ നമ്മളതിൽ ഗോൾഡ് പകുതി ഗോൾഡ് ഇട പകുതിയായി നമുക്ക് ഇതിനകത്ത് ഗോൾഡ് ഇനി ഇവർ ഓക്കെ ഞാൻ അവിടുന്ന് കുറച്ച് അയൺ എടുക്കട്ടെ. എന്തായാലും അവൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ആക്കാൻ തുടങ്ങാം നമ്മൾ ആർമറിനെല്ലോ. സോ ഫസ്റ്റ് നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ആവണ്ട. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം, പിന്നെ പാൻറ് ഉണ്ടാക്കാം. ഓക്കെ അപ്പോൾ തന്നെ അയൺ കയ്യിൽ രണ്ടും മേത്ത് അല്ല വല്ല ഒരുമിച്ച് അതായിരിക്കും രസം. ഓക്കെ ബൂട്ടാക്കാനായി ബൂട്ടാക്കട്ടെ. ബൂട്ട് വൈ ഹെൽമെറ്റ് ആണ്. ഒന്നും കൂടെ വയ്ക്കാൻ ഹെൽമെറ്റ് ഉണ്ടാക്കാം. സ്ഥലമായിട്ടുണ്ടാവും. ഓക്കെ ഹെൽമെറ്റ് സെറ്റായി. ഇതിലിടാക്കട്ടെ ഓർഗനൈസ് ആയിട്ട് വെക്കണം. ഈ കോപ്പറുള്ള ഒരു ചെസ്റ്റില് ഈ ചെസ്റ്റിൽ ഇങ്ങനത്തെ സാധനങ്ങളല്ലോ. കച്ചറയില ഒരു ലാവ പിറ്റ് ഉണ്ടാക്കണം കച്ചറെല്ലാം കളയാൻ വേണ്ടിയിട്ട്. നമുക്കിനി വേണ്ടത് കുറച്ച് ടൂൾസ് ആണ്. എല്ലാം ആർമർ സെറ്റായി, പിന്നെ ഷീൽഡ് നമ്മളെ ആദ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് നമുക്ക് സോഡ് ഉണ്ടാക്കാം, പിന്നെ ഒരു ആക്സ് വേണം. ശവലുണ്ടാക്കുന്ന അതുണ്ടാവും. എത്ര അയ്യോണ്ട് കളയണോ നോക്കാം. ഓക്കെ 3 ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ 3 ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ ഒരു ശവലം കൂടി ഉണ്ടാക്കി വെക്കാൻ തോന്നുന്നു. ആയാലും ഓക്കെ അയാണിപ്പോൾ അധികം ഉപയോഗിക്കാൻ പറ്റില്ല അയാൺ കേക്ക്സല്ലോ. കാരണം നമ്മളതിൽ അത്ര ഡോസില്ല അയാണ്ടാവുണ്ട്. കൂടുതൽ സ്റ്റോൺ പിക്കെക്സ് തന്നെ ഉപയോഗിക്കാൻ നോക്കണം. ഒരു ശവൽ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ മിക്കവാറും ഉപയോഗിക്കില്ല. ഒരു അയൺ ഫാം ഉണ്ടാക്കണം. നോക്കാം, കുറച്ച് വീഡിയോ കഴിയട്ടെ. ഓക്കെ എല്ലായി. എക്സ്ട്രാ അയണോ നമ്മുടെ കയ്യിൽ? എക്സ്ട്രാ 5 അയൺ ഉണ്ട്. ഇത്ര മതിയായിരുന്നു. ഞാൻ പിന്നെ വെറുതെ ഇതാക്കിയത്. ഞാൻ വെച്ച് കുറേ വേണ്ടി വരും. ഈ ചെസ്റ്റ് വെക്കാം. നമുക്ക് ഈ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളെല്ലാം ഈ ചെസ്റ്റിലിടാം. ഇതാകുമ്പോൾ ബെഡിൻ്റെ അടുത്താണ്. നമുക്കിനി പുറത്ത് പോയിട്ട് ഈ ആർമറിനെല്ലാം ഇടാം. ഇതെല്ലാം ചേഞ്ച് ആയിട്ട് ഫുള്ള് വൃത്തിയാക്കട്ടെ. യെസ് ടൂൾസ് സെറ്റായി. ഇനി ആർമർ പുറത്ത് പോയിട്ട് ആർമർ ഇടാം നമുക്ക്. ഓക്കെ നമ്മൾ ഫുൾ അയൺ ആർമർ ആയി കഴിഞ്ഞു. അടിപൊളി. നമുക്ക് ഒരു വിധം വരും നല്ല ഇതായി. നമുക്ക് കുറച്ചെല്ലാം നല്ല കുറച്ച് മാംസിനുള്ളിൽ ഫൈറ്റ് ആയി. അത്ര വേഗം ഹാർട്ടൊന്നും പോവില്ല. വിട്ടുകിട കൊണ്ട് വെച്ചത്.
ബാക്കി ടൂൾസ് എല്ലാം കൊണ്ടുപോയിട്ട് വീട്ടിൽ വെക്കട്ടെ. BB കേക്സ് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കാം. ബാക്കി 3 പിക്സ് എനിക്ക് വേണം, കാരണം എനിക്ക് അധികം അയൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അയൺ പിക്കാക്സ് എല്ലാം ഉപയോഗിക്കാൻ നിന്നാൽ പിന്നെ അയൺ എന്തെങ്കിലും ബാക്കി ഉണ്ടാവില്ല, അങ്ങനെ അയൺ എടുക്കേണ്ടി വരും. അയൺ ഫാം ആവട്ടെ, എന്നാലും നമുക്ക് അങ്ങനെയല്ലേ ഉപയോഗിക്കാൻ പറ്റും. സോ അതിനെല്ലാം കുറച്ച് ടൈം വേണം, കുറച്ച് പണിയാന്നല്ലോ. സോ നമുക്ക് വീഡിയോ അതിൻ്റെ കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ, നമ്മൾ ഇന്നൊരു ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.